ശ്രീ കരമന അജിത്ത് അല്പസമയം മുമ്പ് ഞാൻ ചോദിച്ചതുപോലെ തന്നെ ആ ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നഗരം എത്രത്തോളം മലിനമായി കഴിഞ്ഞു, നഗരസഭയുടെ അനാസ്ഥ എത്രത്തോളം ഉണ്ടെന്ന്. ഒരു നടപടിയും ഈ നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നാണ് മനസ്സിലാക്കുക. താങ്കളടക്കമുള്ള കൗൺസിലർമാർ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ എന്ത് മറുപടിയാണ് ഈ നഗരസഭ അധ്യക്ഷയടക്കം പങ്കുവയ്ക്കുന്നത്? എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, ഈ പഴയ കുരുവി കതക് തുറ എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്, പഴമക്കാർ പറയുന്നതാണ്. അത് തന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നത്. ഇത് തല്ലലമ്മാവ നന്നാവൂല എന്നുള്ള മറ്റൊരു പഴഞ്ചൊല്ലുണ്ട്, എത്ര കിട്ടിയാലും പഠിക്കില്ല. കാരണം ജോയി എന്നൊരു ചെറുപ്പക്കാരൻ ഇവിടെ മരണപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു ശുചീകരണ പ്രവർത്തനവും അതുപോലെ തന്നെ സ്ക്വാഡിൻ്റെ പ്രവർത്തനവും അതുപോലെ തന്നെ മാലിന്യം വലിച്ചെറിയുന്നതിനുള്ള നടപടികളും ഒക്കെ ഇവിടെ സ്വീകരിച്ചു. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊന്നുമല്ല, ഇവിടെ തിരുവനന്തപുരം നഗരസഭ എന്ന് പറയുന്ന നഗരസഭ കഴിഞ്ഞ 45 വർഷക്കാലം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനമാണ്. ഈ ഭരിക്കുന്ന സമയത്ത് ഇവർ കാലാകാലങ്ങളിൽ ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടോ? നമ്മളിപ്പോൾ ഒരു ഗുരുതരമായ ഒരു വീഴ്ച ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ മാലിന്യ പരിപാലനവുമായി ബന്ധപ്പെട്ട് സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഒരു GA ഇറക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 7-ാം തീയതിയാണ് ഒരു GA ഇറക്കിയിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം പല വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെയാണ്. ഇവിടെ റിവിഷൻ പ്രോജക്റ്റ് ഇന്ന് അവതരിപ്പിക്കാൻ പോവുകയാണ് നമ്മുടെ നഗരസഭയ്ക്കകത്ത്. ഇന്നത്തെ നമ്മുടെ 2:30 മണിക്ക് കൂടുന്ന ജനറൽ കൗൺസിലിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. നമ്മുടെ നഗരസഭ ഈ പ്ലാസ്റ്റിക് മുക്തമാക്കുന്നതിന് വേണ്ടി 25 ലക്ഷം പാത്രവും അതുപോലെ തന്നെ സ്റ്റീൽ പാത്രവും അതുപോലെ കപ്പുകളും ഒക്കെ കൊടുക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ ആ പ്രോജക്റ്റ് ഉൾപ്പെടുത്തിയാണ്. ആ പ്രോജക്റ്റ് ഇപ്പോൾ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഹരിതകർമ്മസേനയാണ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ അജൈവ മാലിന്യ ശേഖരണം നടത്തുന്നത്. അവർക്കുള്ള ധനസഹായം നമ്മൾ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. മറ്റൊരു തുംകൂർ മൊഴി ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ പറയുന്നത് തുംകൂർ മൊഴിയാണ് വികേന്ദ്രീകൃതമായി മാലിന്യ സംസ്കരണങ്ങൾ പല ഭാഗങ്ങളിൽ സ്ഥാപിച്ച് തുംകൂർ മൊഴി വഴി മാലിന്യ സംസ്കരണം നടത്താമെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. അതിലുള്ള ഇനോക്കുലം, അതിൻ്റെ അസംസ്കൃത വസ്തുവായ ഇനോക്കുലം വാങ്ങുന്നതിലും തുക വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അപ്പോൾ എത്രത്തോളം ആത്മാർത്ഥത ഈ വിഷയത്തിൽ മാലിന്യ വിഷയത്തിൽ ഉണ്ട് എന്ന് ഇന്ന് അവതരിപ്പിക്കുവാൻ പോകുന്ന നമ്മുടെ റിവിഷൻ പ്രോജക്റ്റ് ഒന്ന് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇവിടെ ആമയിഴഞ്ചാൻ തോടിനെ സംബന്ധിച്ചിടത്തോളം മഴക്കാലം വന്നു, അതിൻ്റെ 1-ാം ഘട്ടം മഴ പെയ്തു, ഇടവപ്പാതി മഴ പെയ്തു. അപ്പോഴും നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രൻ തലസ്ഥാനത്ത് പോലും ഉണ്ടായിരുന്നില്ല. 2-ാം ഘട്ടം വന്നു. ആ മഴ പെയ്ത സമയത്ത് ആര്യ രാജേന്ദ്രന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയോ ഏതൊക്കെയോ ഓടയുടെ ഇടയിലൊക്കെ ചെന്ന് നിന്നതൊക്കെ ഫോട്ടോയൊക്കെ ഫേസ്ബുക്കിൽ കണ്ടത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 3-ാം ഘട്ടം മഴ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ ഒരു വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് നമ്മുടെ തിരുവനന്തപുരം നഗരം. ഒരു മാലിന്യം മാത്രമല്ല, ഇവിടെ വെള്ളപ്പൊക്ക ഭീഷണിയിൽ നേരിടാൻ പോകുകയാണ്. നമ്മുടെ ആമയിഴഞ്ചാൻ തോടിലെ കൺവെർട്ടുകളുടെ ശുചീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ ഇതുവരെ നടന്നിട്ടില്ല. ആമയിഴഞ്ചാൻ തോടല്ല, നമ്മളെ പഴവങ്ങാടി തോടിലെ റെയിൽവേയുടെ ഇപ്പോൾ ഏകദേശം 63 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ശുചീകരണ പ്രവർത്തനം നടത്താം എന്ന് ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അങ്ങോട്ടും യാലിപ്പാണ്. ഇത് റെയിൽവേ നടത്തുമോ ജലസേചന വകുപ്പ് നടത്തുമോ? ഈ ജനങ്ങളെ മുഴുവൻ മുക്കിക്കൊന്നാലും ഇവരെ സംബന്ധിച്ചുള്ള അനങ്ങാപ്പാറ നയം തന്നെയാണ് ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.